3 കാര്യങ്ങളാണ് കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥയ്ക്ക് പ്രധാന കാരണം. സൊസൈറ്റി, ഫാമിലി, ദെൻ സ്കൂൾ. ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വേച്ചൂണർ അക്കാഡമിയിൽ 20th ബാച്ച് ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെൻറ്റ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ ക്ലാസ്സുകൾ തന്നെ ഇന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കേട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വരാം, സംശയങ്ങൾ ചോദിക്കാം. എന്താണോ ഞാൻ ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെൻറ്റിൽ എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അതേ രീതിയിൽ അത്രയും പോർഷൻ തന്നെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കേൾക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമ്മൾ എന്ന് പറയുന്നത് പഠന പിന്നോക്കാവസ്ഥയെക്കുറിച്ചാണ്. പഠന പിന്നോക്കാവസ്ഥ എന്ന് പറയുമ്പോൾ പലരും ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ക്ലാസ്സിൽ എത്ര പിള്ളേർക്ക് നിങ്ങൾ അറിയാതെ, നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകാതെ പോകുന്നുണ്ട്? നമ്മൾ ക്ലാസ്സിൽ നോക്കുന്ന സമയത്ത് പലപ്പോഴും കുട്ടികൾ പഠിക്കുന്നില്ല എന്നൊരു ഒറ്റ കാരണത്താൽ തന്നെ നമ്മൾ പറയാം കുട്ടികൾക്ക് ബുദ്ധിയില്ല, പഠിക്കാനൊരു മന്ദബുദ്ധിയാണ്, മറ്റെല്ലാ കാര്യത്തിലും ഉഷാറാണ്. പക്ഷേ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാനോ കേൾക്കാനോ ഒരു ക്ഷമയേ ഇല്ല. കുട്ടികൾ എണിച്ച് ഓടിക്കൊണ്ട് നടക്കും, അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കാൻ പറഞ്ഞാൽ അവന് കിട്ടില്ല, എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ കേട്ടില്ല എന്ന് പറയും. അങ്ങനെയുള്ള ഒരുപാട് കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് കുട്ടികൾ പലപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്നത്? ഒരു 100 കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ ആ 100 കുട്ടികളും അതിൽ 30 പേർക്കും ഇതുപോലെയുള്ള പഠന പിന്നോക്കാവസ്ഥയുണ്ട്. അപ്പോൾ പഠിക്കാത്ത കുട്ടികൾ എല്ലാവരും അവർ മടി ആയതുകൊണ്ടല്ല പഠിക്കാത്തത്, അതിനുള്ള കാരണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് പലപ്പോഴും ടീച്ചേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ഡിസ്ലെക്സിയ, ഡിസ്പ്രാക്സിയ, ഡിസ്ഗ്രാഫിയ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് മിക്ക ടീച്ചേഴ്സിനും അത് തരം തിരിച്ച് അറിയില്ല. അവർ കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ അവർക്ക് കൃത്യമായി ഇന്നതാണ് എന്ന് കുട്ടികളിൽ അപ്ലൈ ചെയ്തുകൊണ്ട് അത് ഇന്നത് എന്താണ്, അവർക്ക് ഡിസ്ലെക്സിയാണോ, ഡിസ്പ്രാക്സിയാണോ, ഡിസ്ഗ്രാഫിയാണോ, ഡിസ്കാൽക്കുലിയാണോ എന്നുള്ളത് നമ്മുടെ അടുത്ത് പറഞ്ഞു തരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടീച്ചേഴ്സിനും അമ്മമാർക്കും അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഹോമിയോ ഡോക്ടേഴ്സ്, ആയുർവേദിക് ഡോക്ടേഴ്സ് ഒക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഈ കോഴ്സ് പഠിക്കാറുണ്ട്. ഏതൊരു തരത്തിൽപ്പെട്ട കുട്ടികളെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ ക്ലാസ്സുകൾ ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ദെൻ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒരു കുട്ടിയുടെ പഠന പിന്നോക്കാവസ്ഥയിലേക്ക് പോകാനുള്ള കാരണങ്ങളെക്കുറിച്ച് പറയാം. ആദ്യം അത് അന്വേഷിക്കണമല്ലോ, ഒരു കുട്ടി എന്തുകൊണ്ടാണ് പഠിത്തത്തിൽ പിന്നോക്കം പോകുന്നത്? ബാക്കി എല്ലാ കാര്യത്തിലും അവൻ ഓക്കെ ആയിരിക്കും, പക്ഷെ ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അവൻ പിന്നോക്കം പോകുന്നത് എന്നറിയണമെങ്കിൽ 4 ഘടകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. 1, കുട്ടിയുടെ പ്രശ്നങ്ങൾ. കുട്ടിയുടെ എന്തുകൊണ്ടാണ് അവൻ ഈ പ്രശ്നത്തിലേക്ക് വന്നത്? കുട്ടിയുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് അറിയണം. 2, കുടുംബം അറിയണം, വിദ്യാലയം അറിയണം, അവൻ ജീവിക്കുന്ന സമൂഹം എന്താണെന്ന് അറിയണം, അവൻ എവിടെയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഈ 4 കാര്യങ്ങളും അറിഞ്ഞാൽ മാത്രമാണ് എന്തുകൊണ്ടാണ് ഈ കുട്ടി പഠനത്തിൽ പിന്നോക്കം പോകുന്നത് അപ്പോഴേ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. ഇനി നമ്മളിവിടെ സമൂഹത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ സമൂഹം എങ്ങനെയാണ് ഒരു കുട്ടിയെ സ്വാധീനിക്കുന്നത്? ഓക്കെ, അതിനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് സ്ഥിരമായിട്ട് തല്ലും വഴക്കും ഉള്ള ഒരു സമൂഹത്തിലാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ, ഇപ്പം അവൻ്റെ വീട്ടിലായിക്കൊള്ളണമെന്നില്ല, അവൻ ജീവിക്കുന്ന ആ ഏരിയയിൽ എപ്പോഴും തല്ലും വഴക്കും പ്രശ്നങ്ങളാണ് എങ്കിൽ അതവനെ ഒരിക്കലും സ്വസ്ഥമായിട്ടിരിക്കാനോ അല്ലെങ്കിൽ സ്വസ്ഥമായിട്ടൊരു കാര്യം ചെയ്യാനോ അവൻ അനുവദിക്കില്ല. അത് അവനിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിരിക്കാം. അതുപോലെ തന്നെ യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ, ദാരിദ്ര്യവും തൊഴിലവസരവും കുറഞ്ഞ ഇടങ്ങളിലാണ് അവൻ താമസിക്കുന്നതെങ്കിൽ, പല കാരണങ്ങൾ കൊണ്ടും പഠനത്തിനുള്ള ഒരു അവസരം കിട്ടാത്ത ഒരു മേഖലയിലാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ, സ്കൂൾ വിദ്യാഭ്യാസത്തേക്കാൾ കൂടുതൽ മറ്റുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ മുൻഗണന നൽകുന്നതെങ്കിൽ അവന് ഒട്ടും പഠിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥ വരും. അതുപോലെ തന്നെയാണ് മതപരമായിട്ടുള്ള ആചാരങ്ങൾ, മതപരമായിട്ടുള്ള പഠനങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നതെങ്കിലും ആ കുട്ടിക്ക് പലപ്പോഴും പഠിക്കുക എന്നൊരവസ്ഥയിലേക്ക് എത്താനായിട്ട് പറ്റൂല. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ കുറഞ്ഞാൽ, പഠിക്കാനുള്ള ഒരു സൗകര്യം അവന് കിട്ടുന്നില്ല എങ്കിൽ അവന് പഠിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മാതാപിതാക്കൾ ഒട്ടും സഹകരിക്കാത്തതാണെങ്കിൽ അവിടെയും പറ്റൂല, അല്ലെ? കുടുംബത്തിലുണ്ടാകുന്ന മറ്റുള്ളവരും പഠനത്തിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ അവന് ഒരിക്കലും പഠിച്ചു ഉയർന്നു വരാനായിട്ടുള്ള ഒരു അവസരം കുറവായിരിക്കും.
കുട്ടികളുടെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ പാരൻസിന് പണമില്ല, ദാരിദ്ര്യമാണ്, ജീവിച്ചു പോകാനായിട്ട് പോലും അവർക്ക് കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല, അവർ തീർച്ചയായിട്ടും കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് ഒരു 2ാം സ്ഥാനം മാത്രമേ നൽകുള്ളൂ. അപ്പോൾ 3 കാര്യങ്ങളാണ് ഇതിൽ കുട്ടികളെ പഠനത്തിൽ സഹായിക്കാനായിട്ട് അവരുടെ കുടുംബത്തിന് പറ്റുന്നത്. കുട്ടിയെ പഠിപ്പിക്കണം എന്നുള്ളൊരു പഠിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പാരൻസിന് ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഞാൻ എന്ത് കഷ്ടപ്പെട്ടാലും എൻ്റെ മക്കളെ പഠിപ്പിക്കണം എന്നുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെയാണ് സാമാന്യ ബോധം എന്ന് പറയുന്ന ഒരു കാര്യം. ഈ 3 കാര്യങ്ങൾ, അതാകെ സന്നദ്ധത, ഇച്ഛാശക്തി, സാമാന്യ ബോധം, ഈ 3 കാര്യങ്ങളും മാതാപിതാക്കൾക്കുണ്ട് അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടെങ്കിൽ മാത്രമാണ് ഒരു കുട്ടിക്ക് പഠനത്തിൽ മുന്നോട്ട് വരാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കാനായിട്ട് മാതാപിതാക്കൾക്ക് പറ്റുന്നില്ലെങ്കിൽ, വളരെ സൗകര്യങ്ങൾ കുറഞ്ഞ ഒരു കുടുംബത്തിലാണ് അവൻ ജനിച്ചു വളർന്നതെങ്കിൽ, കുടുംബ വഴക്ക്, ശത്രുത തുടങ്ങിയ കാര്യങ്ങൾ അവരുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, അച്ഛനും അമ്മയും വേർപിരിഞ്ഞ ഒരവസ്ഥയിലാണെങ്കിൽ, പിന്നെ മാതാപിതാക്കളുടെ മദ്യപാനം, മറ്റു ദുശ്ശീലങ്ങൾ. ചില പാരൻസിൻ്റെ അടുത്ത് നമ്മൾ പഠിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ പറയാറുണ്ട്, പിന്നെ പഠിച്ചിട്ടല്ലേ വലിയ മജിസ്ട്രേറ്റ് ആവാൻ പോകുന്നത്, പഠിപ്പിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഞങ്ങളുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി, അവന് ജീവിക്കാനുള്ള വക കിട്ടും എന്ന് വിശ്വസിക്കുന്ന കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുടുംബത്തിൽ നിന്നുള്ള ഒരു കുട്ടിയാണെങ്കിൽ പലപ്പോഴും പഠിക്കാനായിട്ടുള്ള ഒരു സാധ്യത കുറവാണ് അവർക്ക്. അത് നമ്മൾ ചോദിച്ചിരിക്കണം കുട്ടിയുടെ അടുത്ത്, വീട്ടിൽ എങ്ങനെയാണ്, അവരുടെ പാരൻസിൻ്റെ അടുത്ത് സംസാരിക്കണം. പഠിക്കാൻ പിന്നോക്കമാണ്, അത് മടികൊണ്ടാണ് എന്ന് തീരുമാനിച്ചുറപ്പിച്ച് നമ്മൾ കുട്ടികളെ മാറ്റി നിർത്താൻ പാടില്ല എന്നാണ് അതിനർത്ഥം. ഓക്കെ. അതുപോലെ തന്നെയാണ് സ്കൂൾ. മുന്നേ പറഞ്ഞു, കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം 3 കാര്യങ്ങളാണ്: സമൂഹം, കുടുംബം, വിദ്യാലയം. ഇനി നമ്മൾ വിദ്യാലയത്തിലോട്ടാണ് വരുന്നത്. സ്കൂളിലെ അന്തരീക്ഷം എങ്ങനെയാണ് പഠനത്തെ ബാധിക്കുക? നല്ല അറിവും ക്ഷമയും സാമാന്യ ബോധവും കുട്ടികളായിട്ട് ഇടപഴകാനുമുള്ള ഒരു പരിചയമുള്ള ടീച്ചറായിരിക്കണം കുട്ടികളുടെ അടുത്ത് വേണ്ടത്. വീട്ടിലെ വഴക്ക് സ്കൂളിൽ വന്ന് തീർക്കുന്ന അധ്യാപകരാണെങ്കിൽ പ്രശ്നം ബുദ്ധിമുട്ടാണ്. നമ്മളും പഠിച്ചു വന്നിരിക്കുന്ന സമയത്ത് പലപ്പോഴും ടീച്ചർ നമ്മളെ അടുത്ത് വഴക്കിടുന്നൊക്കെ ചെയ്യുമ്പോൾ പറയാറുണ്ട്, അല്ലെ, നമുക്ക് അടിക്കുമ്പോൾ അല്ലെങ്കിൽ പതിവിൽ കൂടുതൽ ദേഷ്യം കാണിക്കുമ്പോൾ നമ്മൾ പറയും, അതെന്തോ വീട്ടിൽ വഴക്കിട്ടിട്ടാണ് വരുന്നത് കേട്ടോ ടീച്ചർ എന്ന്. ഇതുപോലെ തന്നെയാണ് പല പ്രശ്നങ്ങളും. കുട്ടികൾക്ക് നമ്മൾ ഒരു വിശ്വാസമാണ്, ഈ ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കേണ്ട, നല്ല മക്കളെ പോലെ സ്നേഹിക്കുന്ന. നമ്മൾ ഒന്ന് ആലോചിച്ചാൽ മതി ആ ഒരു കാര്യം പറയുമ്പോൾ. നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചതോ 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ചതോ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ചതോ ഡിഗ്രിക്ക് പഠിപ്പിച്ചതോ ഏത് പ്രൊഫഷണൽ കോഴ്സിൽ പഠിപ്പിച്ചതോ ഏത് ലെവലിലാവട്ടെ, എത്ര ടീച്ചേഴ്സിൻ്റെ മുഖം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് ഒന്ന് ആലോചിച്ചാൽ മതിയാവും. നമ്മൾ ടീച്ചറായിരിക്കുമ്പോൾ നമ്മൾ എത്ര കുട്ടികളുടെ മനസ്സിലുണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്കത് കൃത്യമായിട്ട് പിടികിട്ടും. ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാര്യം. ഓക്കെ. ദെൻ കുട്ടികളുടെ അടുത്ത് ഇടപഴകുന്ന രീതി, അതായത് ടീച്ചർ എപ്പോഴും ചിരിച്ചിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ, ചിരിച്ചിട്ട് നല്ല പ്ലസൻ്റ് ആയിട്ടാണ് അവൻ്റെ അടുത്ത് നിൽക്കുന്നത്, അവൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് എങ്കിൽ ടീച്ചറും കുട്ടിയും തമ്മിലൊരു ബോണ്ട് വരും. ഈ ബോണ്ട് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഒരു പ്രചോദനം നൽകും. പലരും പറയാറില്ലേ, ഞാൻ ആ മാത്സ് പഠിക്കാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറാണ്, എന്നെ കഴുതേന്നല്ല ടീച്ചർ വിളിക്കില്ല. മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ച് കളിയാക്കിയിട്ട് എനിക്ക് ഇന്നും മാത്സ് എന്ന് പറഞ്ഞാൽ പേടിയാണ്, വെറുപ്പാണ്. അങ്ങനെ പോലും പറഞ്ഞു കളയുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ടീച്ചേഴ്സിൽ നിന്ന് അവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് അതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് പാരൻസ് മാത്രമൊന്നുമല്ല കേട്ടോ കുട്ടികൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നത്, ടീച്ചേഴ്സും ചെയ്യാറുണ്ട്. ഇപ്പം നിനക്ക് നല്ല ശ്രദ്ധ കുറവുണ്ട് ഹർഷ, ഇപ്രാവശ്യം നിനക്ക് കിട്ടിയത് 5ാമത്തെ റാങ്കാണ്, കഴിഞ്ഞ പ്രാവശ്യം നീ അത് 3ാമത്തെ റാങ്കായിരുന്നു, ഇപ്പം കണ്ടോ സുസ്മി ഒരു 10ൽ നിന്ന് കയറി വന്ന വരവ്, വേണമെങ്കിൽ നന്നായിട്ട് പഠിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചേഴ്സ് തമ്മിൽ നമ്മുടെ അടുത്ത് മുന്നേ പറയാറുണ്ട്. അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ നോർമലി ഒരു മത്സരിക്കുക എന്ന ഭാവമൊന്നുമില്ലെങ്കിലും ടീച്ചേഴ്സ് മുഖാന്തരം നമ്മുടെ കുട്ടികളിൽ അങ്ങനെ വരാറുണ്ട്. ഓക്കെ. അപ്പോൾ അതും ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം. ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും നല്ല കുട്ടികളാണ്. അത് നന്നായിട്ട് പഠിക്കുന്നവരായി കഴിഞ്ഞാലും ഒട്ടും പഠിക്കാത്തവരായി കഴിഞ്ഞാലും ടീച്ചറുടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ അതിലെല്ലാ തരത്തിലുള്ള കുട്ടികളും വിടും. അത് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സും ടീച്ചേഴ്സിന് വേണം. കുട്ടികളുടെ എണ്ണം കൂടുതലും ടീച്ചേഴ്സിന് ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒരു 60 പിള്ളേർ 65 പിള്ളേർ വരെ ഒരു ക്ലാസ്സിലുണ്ടായിരുന്നു. കോൺവെൻറ്റിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ നന്നായി പഠിക്കുന്നവർ അങ്ങനെ പോകും, പഠിക്കാത്തവർ അതേ രീതിയിൽ പോകും. പക്ഷെ അതിൻ്റെ ഇടയിൽ പെട്ടുവിഴലുന്ന കുറച്ച് പേരുണ്ട്, പഠിക്കണോ ഉഴപ്പണോ എന്നറിയാത്തവർ. അവർ ചിലപ്പോൾ ഉഴപ്പും, ചിലപ്പോൾ പഠിക്കും, ചിലപ്പോൾ പഠിക്കാതിരിക്കും, ചിലപ്പോൾ ബാക്ക് ബെഞ്ചിൽ ചെന്നിരിക്കും. അങ്ങനെയുള്ള കുട്ടികളെ ടീച്ചേഴ്സിന് ഒരിക്കലും ശ്രദ്ധിക്കുക ചെയ്യില്ല. ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടി, ഒട്ടും പഠിക്കാത്ത കുട്ടി, അതിൻ്റെ ഇടയിലുണ്ട് ഒരു അവരങ്ങ് ജയിച്ചു പൊക്കോളും എന്നൊരു തോന്നലാണ്. അപ്പോൾ ക്ലാസ്സിൽ കൂടുതൽ കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. നീണ്ട യാത്രകളും കുട്ടികളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. 6:30-ക്കൊക്കെ എണീറ്റ് ഇന്നത്തെ കാലത്ത് കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്, അല്ലേ?
അതായത് 9:30ക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. അതിന് മുൻപ് 6 മണിക്ക് 6:30ക്ക് കുട്ടികൾ റെഡി ആയിട്ട് പുറത്ത് വന്ന് നിൽക്കുന്നത് കാണാം പലപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും പഠിക്കാനായിട്ട്. തീർച്ചയായിട്ടും അവർ സ്വാഭാവികമായിട്ടും പിന്നോട്ട് പോകും. ഗവൺമെൻറ് സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് പലപ്പോഴും പറയാറുണ്ട്, അത് അവർക്ക് വീട്ടിൽ നിന്നൊന്ന് ശല്യം ഒഴിവാകാനായിട്ട് സ്കൂളിൽ കൊണ്ടുവിടണം. അങ്ങനെയുള്ള പേരൻസ് ഉണ്ട്. ചിലവരാണെങ്കിൽ 1 മാർക്ക് 2 മാർക്ക് കുറഞ്ഞു പോയാൽ അതിന് വന്ന് ടീച്ചേഴ്സിൻ്റെ തള്ളയ്ക്കും തെറി വിളിക്കുന്ന ആൾക്കാരും ഉണ്ട് ഇല്ലേ? ഇതിനിടയിലൊക്കെയാണ് നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്നത്. സമൂഹം എന്ത് കൊടുക്കുന്നു, കുടുംബം എന്ത് കൊടുക്കുന്നു, വിദ്യാലയം എന്ത് കൊടുക്കുന്നു, ഈ 3 കാര്യങ്ങളിലൂടെയാണ് ഈ കുട്ടികൾ വളർന്നു വരുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ പാരൻസ്, ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുഞ്ഞല്ല എൻ്റെ പ്രശ്നം, എൻ്റെ കുഞ്ഞിനാണ് പ്രശ്നം എന്നൊന്ന് അറിഞ്ഞിരുന്നാൽ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.